എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയും നമ്മളെ പോഷക ഭാഷ എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, പോഷൻ ട്രാക്കർ എന്നൊരു ആപ്ലിക്കേഷൻ മലയാളത്തിൽ കൃത്യമായും ലളിതമായും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു ചാനലാണ്. നമുക്കറിയാൻ പറ്റും, പോഷൻ ട്രാക്കറിൻ്റെ തുടക്കകാലം മുതൽ ഓരോ പ്രവർത്തനങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോഴും നിങ്ങൾ ഒരുപാട് ഘട്ടങ്ങളിൽ പ്രയാസപ്പെടുന്നുണ്ട്, ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിജീവിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണ് പോഷക ഭാഷ. അതുകൊണ്ട് തന്നെ 200-ൽ പരം സെഷനുകൾ നിങ്ങൾക്കായി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോഷൻ ട്രാക്കർ ഉപയോഗിക്കുന്ന സമയം ഏത് ഘട്ടത്തിലാണോ നിങ്ങൾ പ്രശ്നം നേരിടുന്നത്, അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണോ പ്രയാസം അനുഭവിക്കുന്നത്, ആ സമയം തന്നെ നമ്മൾ ഈ ചാനലിലൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തലക്കെട്ടിലൂടെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കും. ആ സെഷനുകൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം പോഷൻ ട്രാക്കറുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ടീച്ചേഴ്സ് പ്രധാനമായിട്ടും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഫോട്ടോ ക്യാപ്ചറിങ്. അതായത് FRS എന്ന് പറയുന്ന സംവിധാനം നമുക്കറിയാം. ഇന്ന് THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ 2-വേ ഓതൻറ്റിക്കേഷന് വിധേയമാവണം. ഈ 2-വേ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് 2 തരമാണെന്നറിയാം. ഒന്ന് eKYCയും ഒന്ന് ഫോട്ടോ എടുക്കലും. ഇത് രണ്ടും പൂർത്തിയാക്കി നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് ഡബിൾ ടിക്ക് വന്നു എന്ന് ഉറപ്പാക്കി അതിനുശേഷം തുടർന്ന് അങ്ങോട്ടുള്ള മാസങ്ങളിൽ നമ്മൾ THR കൊടുക്കുന്ന സമയം നേരത്തെയൊക്കെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്ന് സ്കിപ്പും ഫേസ് വെരിഫിക്കേഷനും. എന്നാൽ നിലവിൽ അതില്ല. അതുകൊണ്ട് തന്നെ ഫേസ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്യാമറ ഓണായി വരും. അതിൽ ഈ വന്ന ഗുണഭോക്താവിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയം ആ മിസ്മാച്ച് എന്ന് കാണുന്നുണ്ട്. നമുക്കറിയാം, ഈ THR വാങ്ങിക്കാൻ വരുന്ന ആൾ, പൊടി വാങ്ങിക്കാൻ വരുന്ന ആൾ അവരുടെ തന്നെയാണ് ഫേസ് ക്യാപ്ചറിങ്ങും eKYCയും ചെയ്തത്. അവരുടെ ഡ്രസ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ. എന്നിട്ട് പോലും അവർ ഫോട്ടോ മാച്ച് ആവുന്നില്ല എന്നുള്ളൊരു പ്രയാസം നിലവിൽ ടീച്ചേഴ്സ് നേരിടുന്നുണ്ട് എന്ന് നമ്മളെ ഒരുപാട് ടീച്ചേഴ്സ് അറിയിച്ചതിനെ തുടർന്നാണ് ഈ സെഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതും അതിജീവിക്കാൻ വേണ്ടി നമ്മളെ പോഷൻ ട്രാക്കറിനകത്ത് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് പരിചയപ്പെടണം, മനസ്സിലാക്കണം. അത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ കൃത്യമായി THR മാർക്ക് ചെയ്യേണ്ടത്. ഈ സാഹചര്യത്തിൽ ഒരു ഗുണഭോക്താവ് വന്നാലും ഇത്തരത്തിൽ മിസ്മാച്ച് എന്ന് കാണിച്ച് അവരും പ്രയാസപ്പെടരുത്, അത് ക്ലിയറായി മാർക്ക് ചെയ്യുന്ന നമ്മൾ ടീച്ചേഴ്സും പ്രയാസപ്പെടരുത് എന്നുള്ളൊരു സാഹചര്യം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ പോഷൻ ട്രാക്കർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ ഡെയിലി ട്രാക്കിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ THR വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ട്രാക്കിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ THR കൊടുക്കുന്ന ഭാഗത്തിലോട്ടാണ് എത്താൻ കഴിയുക. ആ ഭാഗം എത്തിക്കഴിഞ്ഞാൽ THR ക്ലിക്ക് ചെയ്യുക. അവിടെ പ്രഗ്നൻറ്റ് വുമൺ ആണ് സാമ്പിളായി എടുക്കുന്നത്, അതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്തു. THR എന്ന് കാണുന്ന ആരോ മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന സമയം ഈ പേജിലെത്തും. അവിടെ 7 ദിവസം 25 ദിവസം മാർക്ക് ചെയ്ത് അവിടെ ഫേസ് വെരിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയം ക്യാമറ ഓണായി വരും. അപ്പോൾ ഈ ഗുണഭോക്താവിനെയൊക്കെ നിർത്തി നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയം ശ്രദ്ധിക്കുന്നുണ്ട്. ഐ ബ്ലിങ്ക്, സ്ട്രേറ്റ് ഫേസ് ഒക്കെ കറക്റ്റായി ഫോട്ടോ എടുത്തു. അപ്പോൾ ഇത്തരത്തിൽ വെരിഫൈ ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയും. അത്തരത്തിൽ വെയിറ്റ് ചെയ്യുക. നേരത്തെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു സ്കിപ്പ് ഓപ്ഷൻ. അതുവരെയൊക്കെ നമ്മൾ സ്കിപ്പ് കൊടുത്തിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കലൊന്നും ആവശ്യമായി വന്നില്ല, നിലവിൽ അത് വന്നു. അപ്പോൾ അത്തരത്തിൽ സ്കിപ്പില്ലാത്തത് കൊണ്ട് ഫേസ് വെരിഫിക്കേഷൻ തന്നെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ഫോട്ടോ എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഫോട്ടോ എടുത്തു. അവിടെ ഐ ബ്ലിങ്ക് കറക്റ്റായി പച്ച ടിക്ക് വന്നു. സ്ട്രൈറ്റ് ഫേസ് ആണ്, പച്ച ടിക്ക് വന്നു. നമ്മൾ മനസ്സിലാക്കണം, കൃത്യമായി അവർ ഫോട്ടോ എടുക്കുന്ന സമയം ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് വന്നത് ഇത്തരത്തിൽ അണേബിൾ ടു മാച്ച് ദ ഫേസ് ആണ്. അതായത് നമ്മളെടുത്ത ഗുണഭോക്താവിൻ്റെ FRS എടുത്ത ഗുണഭോക്താവിൻ്റെ ഫേസും ഇപ്പോഴത്തെ ഫേസും മാച്ച് ആവുന്നില്ല. നമുക്കറിയാം 2 ഒരാളാണെന്നുള്ളത്. എന്നിട്ടും മാച്ച് ആവാത്ത ഒരു പ്രശ്നം വരുന്നത് കൊണ്ട് മുന്നോട്ട് പോയി 25 ദിവസം എന്നുള്ളത് മാർക്ക് ചെയ്ത് ഈ മാസത്തെ THR മാർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഈ സാഹചര്യങ്ങൾ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ഓപ്ഷൻ വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കുക. ബെനിഫിഷ്യറി ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഗുണഭോക്താവിൻ്റെ ലിസ്റ്റിൽ നിന്നും സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗുണഭോക്താവിൻ്റെ പേര് നേരെ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രൊഫൈൽ കാർഡിലെത്തും. ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാം ഡബിൾ ടിക്കാണ്. ആധാർ, eKYC, ഫേസ് വെരിഫിക്കേഷൻ. അപ്പോൾ റീക്യാപ്ചർ ഫേസ് എന്ന് കാണും. ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺസെൻറ്റ് ആക്സെപ്റ്റ് കൊടുക്കുക. ക്യാപ്ചർ ഫേസ് കാണും, അത് ക്ലിക്ക് ചെയ്യണം. അതിന് മുന്നേ അവിടെ eKYC ഫോട്ടോ തെളിഞ്ഞ് വരും. ക്യാപ്ചർ ഫേസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആദ്യമായി നമ്മൾ ചെയ്ത പോലെ തന്നെ ക്യാമറ ഓണായി വരും. ഗുണഭോക്താവിനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഭാഗത്ത് നിർത്തുക.
ആ വെള്ള ചുമര് പുറത്ത് നിൽക്കുന്ന രീതിയിൽ, ബാക്കിൽ നിൽക്കുന്ന രീതിയിൽ എടുക്കുക. അവിടെ ഐ ബ്ലിങ്ക് കറക്റ്റ് ആക്കുക, സ്ട്രൈറ്റ് ഫേസ് ആണെന്ന് ഉറപ്പാക്കുക. ഇത് രണ്ടും ഉറപ്പാക്കി കഴിഞ്ഞാൽ വെരിഫൈങ് ഇമേജ് എന്ന് മെസ്സേജ് വരും. അവിടെ പ്രോസസ്സിങ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നോക്കുക, ഇവിടെ വെരിഫിക്കേഷൻ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ 2 ഫോട്ടോ വന്നു. ആദ്യം കാണുന്നത് eKYCയിലുള്ളതും രണ്ടാമത് ഇപ്പോൾ എടുത്ത ഫോട്ടോ ആണ് അവിടെ വന്നിട്ടുള്ളത്. കൃത്യമായി അറിഞ്ഞിരിക്കുക. അതിന് താഴെ വെരിഫൈ ഫോട്ടോ എന്ന് കാണും. ഈ ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ eKYCയുമായിട്ട് വെരിഫൈ ആവുന്നത്. അതിന് ഈ വെരിഫൈ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ടിക്ക് മാർക്ക് വന്നതിന് താഴെ കാണുക വെരിഫൈ ഫോട്ടോ വിത്ത് eKYC ഡാറ്റാബേസ്. നമ്മൾ നേരത്തെ കാണില്ല, ഈ ഇടതുവശത്ത് കാണുന്ന ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിൽ മാച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുറച്ച് സമയം വേണം. അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ താഴെ വെരിഫൈ ഫോട്ടോ എന്ന് നീല നിറത്തിൽ തെളിഞ്ഞു വരും. അപ്പോൾ വീണ്ടും അവിടെ വെരിഫൈ ഫോട്ടോ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് സമയമെടുക്കും. ഇത് eKYCയുടെ ഡാറ്റാബേസുമായി ഒത്ത് ചേർന്ന് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെയാണ്, അത് വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ THR മാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. ഡെയിലി ട്രാക്കിംഗ് എടുത്ത് THR ക്ലിക്ക് ചെയ്ത് ഇതേ രൂപത്തിലേക്ക് പേജിലെത്തുന്നു. അവിടെ എത്ര ദിവസം എന്നുള്ളത് നമ്മൾ ഇപ്പോഴും ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നു. 7 ദിവസമാണോ 15 ആണോ 25 ആണോ മാർക്ക് ചെയ്ത് ഫേസ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന് കൊടുക്കുക. അങ്ങനെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും ഈ മാസത്തെ THR കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്ത് വന്നത്. ഇനി നമ്മൾ പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം കൊടുക്കണം. ആ ഫോട്ടോ നോക്കുക, വെരിഫൈഡ് എന്ന ഫോട്ടോ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത ഫോട്ടോ ആണ് അവിടെ വന്നിട്ടുള്ളത്. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാമറ ഓണായി വരും. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ പൊടി വാങ്ങിക്കാൻ വന്ന ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയണം, സ്ട്രൈറ്റ് ഫേസ് ആയിരിക്കണം. ഇത് രണ്ട് ശ്രദ്ധിച്ചാൽ മതി. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് സ്ക്രീനോ അല്ലെങ്കിൽ അവിടെ വെള്ള ചുമരുള്ള ഭാഗമായിരിക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അവിടെ വെരിഫൈങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്നത്, അതായത് ഇത് വെരിഫിക്കേഷനാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ തൊട്ട് മുന്നെടുത്ത ഡാറ്റാബേസുമായിട്ട് ഇത് ഒത്തുചേരുകയാണ്. ഇത് eKYCയുമായിട്ടുള്ളതല്ല, ഇപ്പോഴത്തെ ഫോട്ടോ ആയിട്ടാണ് വെരിഫൈ ആവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫേസ് ഓതൻറ്റിക്കേറ്റഡ് എന്നുള്ളൊരു പച്ച ടിക്ക് മാർക്ക് വരും. ഓക്കെ ആയി എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. വെയിറ്റ് ചെയ്യുക. ഇനി ഒരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് പോപ്പപ്പ് ആയിട്ട് വരും. അത് ഇങ്ങനെയാണ്, ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി അപ്ലോഡഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഈ മാസത്തെ ഒരു THR കൃത്യമായി ഗുണഭോക്താവിന് വിതരണം ചെയ്തു എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ, ഫോട്ടോ അതിലേക്ക് മാച്ച് ആവുന്നില്ല എന്നുള്ളൊരു സന്ദേശം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്.